സക്സസ് ഫയലിലേക്ക് സ്വാഗതം. 2025 നടന്ന LGS ലെവൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കുന്നത്. പിന്നെ വരുന്ന കമ്പനി ബോർഡ് LGS പരീക്ഷകൾക്കും അതുപോലെ മറ്റു പരീക്ഷകൾക്കും ഒക്കെ തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി. പരീക്ഷ പോലെ തന്നെ അറ്റൻഡ് ചെയ്ത് പോവുക. ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആര്? ദാദാബായ് നവറോജിയാണ് ചോർച്ച സിദ്ധാന്തം അവതരിപ്പിച്ചത്. ദാദാബായ് നവറോജി. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച മൗലിക അവകാശം ഏത്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത്. അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. എന്തിനെയാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? സംഘടനയുടെ പേര് ആര്യ മഹിളാ സഭ. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാബായി ആണ്. പണ്ഡിത രമാബായി ആണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായിട്ട് ആര്യ മഹിളാ സഭ എന്ന സംഘടന സ്ഥാപിച്ചത്. പണ്ഡിത രമാബായി. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കുകയും ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വിദ്യാഭ്യാസത്തിനും സ്വത്തിനുമുള്ള അവകാശങ്ങളാണ് ഭരണഘടനാ ഭേദഗതികളിലൂടെ മൗലിക അവകാശങ്ങളിൽ കൂട്ടിച്ചേർക്കപ്പെടുകയും അതുപോലെ ഒഴിവാക്കപ്പെടുകയും ചെയ്ത അവകാശങ്ങൾ. വിദ്യാഭ്യാസത്തിനും സ്വത്തിനും. താഴെ തന്നിരിക്കുന്ന സൂചനകൾ ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? തന്നിരിക്കുന്നത് 4 പ്രസ്താവനകളാണ്. 1885 ബോംബെയിലെ ആദ്യ സമ്മേളനം. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായി ദേശീയ ബോധം വളർത്തുക. മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. അപ്പൊ സൂചനകളിൽ നിന്ന് ഏത് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായിട്ടാണ് ഇത് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആദ്യത്തെ പ്രസ്താവനയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. 1885 ബോംബെയിലെ ആദ്യത്തെ സമ്മേളനം. ആദ്യത്തെ അധ്യക്ഷൻ WC ബാനർജി. ജാതി മത പ്രാദേശിക ചിന്തകൾക്ക് അതീതമായിട്ട് ദേശീയ ബോധം വളർത്തുക. മിതവാദികൾ തീവ്രവാദികൾ എന്നിങ്ങനെ 2 ചിന്താധാരകൾ ഉടലെടുത്തു. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അടുത്ത ചോദ്യം, ഭരണഘടനാ ദിനം. ഭരണഘടനാ ദിനം ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഭരണഘടനാ ദിനം നവംബർ 26 ആണ്. നവംബർ 26 ഭരണഘടനാ ദിനം. നവംബർ 26. ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ് ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ചെറു ഭരണഘടന എന്ന് വിളിക്കുന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയെയാണ്? 42ാമത്തെ ഭേദഗതിയാണ്. 42ാമത്തെ ഭേദഗതിയാണ് ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. 42ാമത്തെ ഭേദഗതി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ് ആണ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? രാജാറാം മോഹൻ റോയ്. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം
പൂർണ്ണമായിട്ടും നിർത്തിവെക്കാൻ കാരണമായ സംഭവം. ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പൂർണ്ണമായിട്ടും നിർത്തിവെക്കാനായിട്ട് കാരണമായ സംഭവം ഏത്? ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവം ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം പൂർണ്ണമായിട്ടും നിർത്തിവെക്കാൻ കാരണമായ സംഭവമാണ് ചൗരി ചൗര സംഭവം. ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? ഭരണഘടന ഭേദഗതി ചെയ്യുവാനായിട്ട് ആർക്കാണ് അധികാരം? പാർലമെന്റിനാണ്. ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. പാർലമെന്റ്. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം 1925. 1924-25 കാലഘട്ടത്തിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്. 1924 എന്ന് തന്നാലും അതുപോലെ 1925 എന്ന് പറഞ്ഞാലും ശരിയാണ്. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ഓപ്ഷൻസ് പ്രകാരം 1925. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ്. ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്ഷേത്രപ്രവേശന വിളംബരം. തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? തിരുവിതാംകൂറിൽ വില്ലുവണ്ടി യാത്ര നടത്തി ചരിത്രം കുറിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? വില്ലുവണ്ടി യാത്ര നടത്തിയത് അയ്യങ്കാളിയാണ്. അയ്യങ്കാളി. വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയ നവോത്ഥാന നായകൻ ആര്? വൈക്കം സത്യാഗ്രഹത്തിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് സവർണ ജാഥ നടത്തിയത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ് സവർണ ജാഥ നടത്തിയത്. വരിക വരിക സഹചരെ സഹന സമര സമയമായി. ഈ സമരഗാനം ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വരിക വരിക സഹചരെ സഹന സമര സമയമായി എന്നത് ഏത് സമരവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഉപ്പ് സത്യാഗ്രഹം. ഓപ്ഷൻ സി ഉപ്പ് സത്യാഗ്രഹം. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനായി മികച്ച മലയാള സിനിമയായി തിരഞ്ഞെടുക്കപ്പെട്ടത് എത്രാമത്തേതാണ്? 71ാമത്തെ ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിലെ മികച്ച മലയാള സിനിമ ഏതാണ്? ഉള്ളൊഴുക്കാണ്. ഉള്ളൊഴുക്ക്. 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച മലയാള സിനിമയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? ഉള്ളൊഴുക്ക്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത്. 2025 ഫിഡെ വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ് ആണ്. ദിവ്യ ദേശ്മുഖ്. പ്രത്യേകം നോട്ട് ചെയ്യുക. 2025 വനിതാ ചെസ് ലോകകപ്പ് കിരീടം നേടിയത് ദിവ്യ ദേശ്മുഖ്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആര്? സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ ആര്? സർ സിറിൽ റാഡ്ക്ലിഫ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. സർ സിറിൽ റാഡ്ക്ലിഫ് ആണ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണയിച്ച കമ്മീഷന്റെ തലവൻ. സർ സിറിൽ റാഡ്ക്ലിഫ്. ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളുടെ സംയോജനം വഴി ഇന്ത്യ യൂണിയൻ കെട്ടിപ്പടുത്താൻ സംഭാവന നൽകിയ സ്വാതന്ത്ര്യ സമര സേനാനി ആര്? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര്? പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ സേന നടത്തിയ സൈനിക നടപടിയുടെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്ഷൻ ഡി ഓപ്പറേഷൻ സിന്ദൂർ. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം. 2025 ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ജേതാക്കളായ രാജ്യം ഇന്ത്യയാണ്. ഇന്ത്യ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം
സോവിയറ്റ് യൂണിയൻ ആണ്. സോവിയറ്റ് യൂണിയൻ. ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായശാലയുടെ നിർമ്മാണത്തിൽ സഹായിച്ച വിദേശ രാജ്യം സോവിയറ്റ് യൂണിയൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരായിരുന്നു? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ ബി ആർ അംബേദ്കർ. ഓപ്ഷൻ എ ഡോക്ടർ ബി ആർ അംബേദ്കർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നത് ഉത്തര മഹാസമതലമാണ്. ഉത്തര മഹാസമതലമാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന പ്രദേശം. തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നാണ്? തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് മൺസൂണിൽ നിന്നുമാണ്? വടക്കു കിഴക്കൻ മൺസൂണാണ്. വടക്കു കിഴക്കൻ മൺസൂണിലാണ് തമിഴ്നാട് തീരത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഓപ്പൺ റോക്ക് മ്യൂസിയം എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഹൈദരാബാദ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം നീലഗിരി കുന്നുകളാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സന്ധിക്കുന്ന പ്രദേശം ഏത്? നീലഗിരി കുന്നുകൾ. യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപം ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നുമാണ്? യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ 2022 ഇന്ത്യ നാമനിർദ്ദേശം ചെയ്ത നൃത്തരൂപമാണ് ഗർഭ. ഗർഭ ഏത് സംസ്ഥാനത്തിൽ നിന്നാണ്? ഗർഭ ഗുജറാത്തിലെ നൃത്തരൂപമാണ്. ഗുജറാത്ത്. ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് എവിടെ? ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത് നെടുങ്കണ്ടത്താണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. നെടുങ്കണ്ടത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സോളാർ വിൻഡ് ഇൻവെർട്ടർ പവർ ഹൗസ് നിലവിൽ വന്നത്. നെടുങ്കണ്ടം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം മാനാഞ്ചിറ തടാകം. കേരളത്തിലെ മനുഷ്യനിർമ്മിത തടാകം ഏത്? മാനാഞ്ചിറ തടാകം. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏത്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ ഏതാണ്? വടക്കു കിഴക്കൻ മൺസൂൺ ആണ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കേരളത്തിൽ അനുഭവപ്പെടുന്ന മൺസൂൺ. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏത്? പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 544 ആണ്. ദേശീയപാത 544 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 544. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമിയാണ്. വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി. തന്നിരിക്കുന്നവയിൽ നിന്നും പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി കണ്ടെത്തുക. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഇവിടെ തന്നിരിക്കുന്നത് ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ, പെരിയാർ. ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദി ഏതാണ്? പെരിയാർ നദിയാണ്. ബാക്കി 3 നദികൾ കിഴക്കോട്ട് ഒഴുകുന്ന നദികളാണ്. ഇന്ത്യയിലെ ആദ്യ ഇ-ലിറ്ററേറ്റ് ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ഇ-ലിറ്ററേറ്റ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഇ-ലിറ്ററേറ്റ് ജില്ലയായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട കേരളത്തിലെ ജില്ല. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആര്? കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി മുണ്ടക്കയത്ത് ആരംഭിച്ചത് ആരാണ്? ജോൺ ജോസഫ് മർഫിയാണ് കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി എവിടെയാണ്? മുണ്ടക്കയത്ത് ആരംഭിച്ചത്. ജോൺ ജോസഫ് മർഫി. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം ഏതാണ്? മംഗളവനമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം.
ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഏത്? ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ലയാണ്. ഇടുക്കി ജില്ലയാണ് ലിംഗാനുപാതം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനം ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ്. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങളാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന വനം. ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏത്? തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ലയാണ്. തീരദേശം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായിട്ട് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? കേരളത്തില് ഹെൽത്ത് ATM ആദ്യമായിട്ട് നിലവിൽ വന്നത് ഏത് ജില്ലയിലാണ്? എറണാകുളമാണ്. എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഹെൽത്ത് ATM ആദ്യമായിട്ട് നിലവിൽ വന്നത്. എറണാകുളം ജില്ല. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേര്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരാണ് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുവാനുള്ള ഇന്ത്യയുടെ ദൗത്യത്തിന്റെ പേരെന്താണ്? ഗഗൻയാൻ. ഏതു മഹാരാജാവിന്റെ കാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? ഏത് മഹാരാജാവിന്റെ കാലയളവിലാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സ്വാതി തിരുനാൾ മഹാരാജാവ്. സ്വാതി തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ ഗ്രന്ഥശാല സ്ഥാപിച്ചത്. സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ? ഇവിടെ തന്നിരിക്കുന്നു റൂർക്കല, ഭിലായ്, ദുർഗാപൂർ, ബൊക്കാറോ. ഇതില് സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ ഏതെല്ലാം എന്നതാണ് ചോദ്യം. സോവിയറ്റ് യൂണിയന്റെ സഹായത്താൽ സ്ഥാപിച്ചത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 2ഉം 4ഉം മാത്രമാണ്. ഏതൊക്കെയാണ്? ഭിലായി, ബൊക്കാറോ എന്നിവയാണ് സോവിയറ്റ് യൂണിയന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്താൽ നിർമ്മിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലകൾ. ഏതൊക്കെയാണ്? ഭിലായിയും ബൊക്കാറോയും. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ രാജ്യം ഏതാണ്? റൂർക്കേല ജർമ്മനിയാണ്. ദുർഗാപൂർ UK ആണ്. അടുത്ത ചോദ്യം, ആരെല്ലാമായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെ ആയിരുന്നു? ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരായിരുന്നു 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ച സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങൾ. ഫസൽ അലി, സർദാർ KM പണിക്കർ, HN കുൻസ്രു. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഫുട്ബോൾ ആണ്. സന്തോഷ് ട്രോഫി ഏത് കായിക മത്സരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? മറിയ കൊറീനയാണ്. ക്വസ്റ്റ്യൻ പ്രത്യേകം നോട്ട് ചെയ്യുക. ആർക്കാണ് 2025 സമാധാനത്തിനുള്ള നോബൽ സമ്മാന പുരസ്കാരം ലഭിച്ചത്? മറിയ കൊറീന. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആര്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി. അടുത്ത ചോദ്യം, ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ ആരല്ല? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച മലയാളികൾ. ഓപ്ഷൻ ഡി മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. മോഹൻലാൽ, അടൂർ ഗോപാലകൃഷ്ണൻ. 2028 ഒളിമ്പിക്സ് വേദി. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചലസ് ആണ്. 2028 ഒളിമ്പിക്സ് വേദി ലോസ് ആഞ്ചലസ്. തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം ഏത്? തന്നിരിക്കുന്നവയിൽ ഹരിതഗൃഹവാതകം തന്നിരിക്കുന്നത് ഹീലിയം, മീഥേൻ, നൈട്രജൻ, നിയോൺ എന്നിവയാണ്. ഇതിൽ ഹരിതഗൃഹവാതകം ഏതാണ്?
മീഥെയ്ൻ ആണ്, മീഥെയ്ൻ. ക്ഷീണിതനും വിളറിയ മുഖത്തോടും കൂടി കാണപ്പെട്ട രാജുവിൻ്റെ രക്തപരിശോധനയിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് കാണപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് ഭക്ഷണക്രമമായിരിക്കും രാജുവിന് അനുയോജ്യമായത്? ഹീമോഗ്ലോബിൻ്റെ അളവ് കുറഞ്ഞതായിട്ട് ആണ് കാണപ്പെട്ടത്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇരുമ്പ് അടങ്ങിയ ഇലക്കറികളാണ് ആവശ്യമായിട്ടുള്ളത്. ഇരുമ്പ് അടങ്ങിയ ഇലക്കറികൾ. പയറിൻ്റെ സങ്കര ഇനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ശരിയായ ജോഡി ഏത്? പയറിൻ്റെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മി എന്നിവയാണ്. ജ്യോതിക, ഭാഗ്യലക്ഷ്മി എന്നിവയാണ് പയറിൻ്റെ സങ്കര ഇനങ്ങൾ. ജ്യോതിക, ഭാഗ്യലക്ഷ്മി. അടുത്തത് പ്രസ്താവന തന്നിരിക്കുന്നു. ഇടത് വെൻട്രിക്കിളിൻ്റെ ഭിത്തിക്ക് വലത് വെൻട്രിക്കിളിനേക്കാൾ കട്ടി കൂടുതലാണ്. കാരണം ഇടത് വെൻട്രിക്കിൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്തം സ്വീകരിക്കുന്നു. ഏതാണ് ഉത്തരം വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. പ്രസ്താവന ശരിയാണ്, എന്നാൽ കാരണം തെറ്റ്. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു. വിഭവങ്ങൾ അമിതമായിട്ട് ഉപയോഗിക്കുക, സുസ്ഥിര വന പരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക, വന സംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക, വ്യാവസായിക ലോഗിംഗ് പ്രോത്സാഹിപ്പിക്കുക. സാമൂഹിക വനവൽക്കരണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. പ്രസ്താവന 2, 3 ശരിയാണ്. സുസ്ഥിര വന പരിപാലനത്തിലൂടെ പ്രാദേശിക ഉപജീവനത്തെ മെച്ചപ്പെടുത്തുക, വന സംരക്ഷണത്തിൽ സമൂഹത്തിൻ്റെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുക. ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായിട്ട് നിയമിതനായത് 52ാമത് BR ഗവായ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, നിലവിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരെ എന്ന് കമന്റ് ചെയ്യുക. നിലവിൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. അടുത്ത ചോദ്യം, കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത്? കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പരിശോധനകൾ നടത്തി വിവിധ അർബുദങ്ങളെക്കുറിച്ചുള്ള പ്രാരംഭ കണ്ടെത്തലിനും അവബോധത്തിനും പ്രാധാന്യം നൽകുന്ന പ്രചാരണ പരിപാടി ഏത്? ഓപ്ഷൻ ബി ആണ്. ആരോഗ്യം ആനന്ദം. ആരോഗ്യം ആനന്ദം. അടുത്തത് ശരിയായ പ്രസ്താവന ഏത് എന്നതാണ്. ശരിയായ പ്രസ്താവനകൾ. ഈ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. കടൽ കാറ്റ് പകൽ സമയത്ത് വീശുന്നു. കടൽ കാറ്റ് പകൽ സമയത്ത് വീശുന്നു. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം. ആവർത്തന പ്രതിപതനം ഉപയോഗപ്പെടുത്തുന്ന ഉപകരണം. ഇവിടെ തന്നിരിക്കുന്ന 2 ഉപകരണങ്ങൾ കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ് എന്നിവയാണ്. കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇവ രണ്ടുമാണ്. കാലിഡോസ്കോപ്പ്, പെരിസ്കോപ്പ്. കലാമിൻ എന്നത് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയിരാണ്? സിങ്കിൻ്റെ അയിരാണ്. സിങ്കിൻ്റെ അയിരാണ് കലാമിൻ. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വാസ്റ്റിക്സ്. അക്വാസ്റ്റിക്സ് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്വാസ്റ്റിക്സ്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഹൈഡ്രജൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ജലം ഉൽപ്പാദിപ്പിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ. പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രോട്ടോടൈപ്പ് ഫാസ്റ്റ് ബ്രീഡർ റിയാക്ടർ സ്ഥിതി ചെയ്യുന്നത്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞമാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം വിഴിഞ്ഞം. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേരാണ് ശൈലി. മൊബൈൽ ആപ്ലിക്കേഷൻ്റെ പേര് ശൈലി.
താഴെ തന്നിരിക്കുന്ന രോഗലക്ഷണങ്ങൾ ഏത് രോഗവുമായി ബന്ധപ്പെട്ടതാണെന്ന് കണ്ടെത്തുക. ലക്ഷണങ്ങൾ തന്നിരിക്കുന്നത് ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. ഏത് രോഗവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ് ആണ്. എയ്ഡ്സ് രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് ശരീരഭാരം പെട്ടെന്ന് കുറയുക, ദുർബലമായ രോഗപ്രതിരോധം, ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായിട്ട് കുറയുക, വിട്ടുമാറാത്ത ക്ഷീണം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പട്ടികയിൽ ശരിയായി ജോഡി ചേർത്തിരിക്കുന്നവ കണ്ടെത്തുക. തന്നിരിക്കുന്ന തൈറോയ്ഡ് ഗ്രന്ഥി തൈമോസിൻ, ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ, പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ, അഡ്രിനൽ ഗ്രന്ഥി കാൽസിറ്റോണിൻ. ശരിയായ ജോഡി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ശരിയാണ്. ആഗ്നേയ ഗ്രന്ഥി ഇൻസുലിൻ, അതുപോലെ പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ എന്നിവ ശരിയാണ്. അടുത്ത ചോദ്യം, ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ കണ്ടെത്തുക. 4 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കുക, സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക, നഗരചേരിയിൽ താമസിക്കുന്നവരുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക. ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 2, 3 എന്നിവ. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുക, അതുപോലെ സർക്കാർ ആശുപത്രികളിൽ രോഗി സൗഹൃദ പരിചരണം ഉറപ്പാക്കുക എന്നിവ. ഇതാണ് ആർദ്രം ആരോഗ്യക്ഷേമ പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവ. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുവാനാണ്. ഇവിടെ തന്നിരിക്കുന്ന വിറ്റാമിൻ B12 കണ, വിറ്റാമിൻ സി നിശാന്തത, വിറ്റാമിൻ B3 പെല്ലാഗ്ര, വിറ്റാമിൻ ഡി സ്കർവി. ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. വിറ്റാമിൻ B3യുടെ അപാകത മൂലമുണ്ടാകുന്നതാണ് പെല്ലാഗ്ര. കണ എന്ന രോഗമുണ്ടാകുന്നത് ഏത് വിറ്റാമിൻ്റെ കുറവ് മൂലമാണ്? വിറ്റാമിൻ ഡിയുടെ കുറവാണ് കണ എന്ന രോഗത്തിന് കാരണമാകുന്നത്. നിശാന്തതയ്ക്ക് കാരണമാകുന്നത് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ്. സ്കർവിക്ക് കാരണമാകുന്നത് വിറ്റാമിൻ സിയുടെ ഡെഫിഷ്യൻസിയാണ്. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള സർക്കാർ വൃദ്ധസദനങ്ങളിലെ താമസക്കാരുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കാൻ ഉദ്ദേശിച്ച് ആവിഷ്കരിച്ച് നടപ്പാക്കിയ പദ്ധതി ഏതാണ്? വയോ അമൃതം. പദ്ധതിയുടെ പേര് വയോ അമൃതം. എംഫിസീമ എന്ന രോഗം ശരീരത്തിന്റെ ഏതു ഭാഗത്തെയാണ് ബാധിക്കുന്നത്? എംഫിസീമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. എംഫിസീമ ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവരിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? സ്നേഹക്കൂട് എന്ന കേരള സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയാണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചികിത്സിച്ച് സുഖം പ്രാപിച്ചവർ. ഇതാണ് സ്നേഹക്കൂട്. താഴെ തന്നിരിക്കുന്നവയിൽ വായു വഴി പകരാത്ത രോഗം. വായു വഴി പകരാത്ത രോഗം തന്നിരിക്കുന്നത് പോളിയോ, വില്ലൻ ചുമ, ചിക്കൻ പോക്സ്, ക്ഷയം. വായു വഴി പകരാത്തത് പോളിയോ. അടുത്തത്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. പ്രസ്താവന 1 പറഞ്ഞിരിക്കുന്നു ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസ്ലുകൾ. പ്രസ്താവന 2 വില്ലസ്ലുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. ഉത്തരം ഓപ്ഷൻ എ ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. ചെറുകുടലിൽ കാണുന്ന വിരലുകൾ പോലുള്ള വളർച്ചകളാണ് വില്ലസ്ലുകൾ. വില്ലസ്ലുകൾ ജലം, ലവണം ഇവയുടെ ആഗിരണത്തിന് സഹായിക്കുന്നു. 2025 വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരത്തിന് അർഹരായവരെ കണ്ടെത്തുക. വൈദ്യശാസ്ത്രത്തിനുള്ള നോബൽ പുരസ്കാരം. ഓപ്ഷൻ ഡി ആണ്. 2, 4, 5. മേരി ഇ ബ്രിൻകോവ്, ഫ്രെഡ് റാംസ്റ്റൽ, ഷിമോൺ സാഗാഗുച്ചി. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷൻ റെസ്ക്യൂ പ്രവർത്തനം ഏത്?
ഓപ്പറേഷൻ സി ആണ്, ഓപ്പറേഷൻ അജയ്. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷഘട്ടത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിയ ഇന്ത്യൻ വംശജരെ സുരക്ഷിതരായിട്ട് എത്തിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ഓപ്പറേഷനാണ് ഓപ്പറേഷൻ അജയ്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇവിടെ 4 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ആദ്യത്തേത്, വിഴിഞ്ഞം തുറമുഖം 2025 മെയ് 3 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 ആയിരുന്നു. വിഴിഞ്ഞം തുറമുഖം നെയ്യാറ്റിൻകര താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു. തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ്. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകൾ തെറ്റാണ്. വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്തെന്നാണ് 2025 മെയ് 2 2025 മെയ് 2. 3ാമത്തെ പ്രസ്താവന, വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ആദ്യ മദർഷിപ്പ് ഷെൻഹുവ 15 എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? സെൻ ഫെർണാണ്ടോയാണ്. സെൻ ഫെർണാണ്ടോ. ഇന്ത്യയിലെ ട്രാൻസ്ഷിപ്പ് തുറമുഖമാണ് വിഴിഞ്ഞം, ശരിയാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറ്റിൻകര താലൂക്കിലാണ്, ശരിയാണ്. അടുത്ത ചോദ്യം, 49ാമത് വയലാർ സാഹിത്യ അവാർഡ് നേടിയ തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ആര്? തപോമയുടെ അച്ഛൻ എന്ന കൃതി രചിച്ചത് ഇ. സന്തോഷ് കുമാർ ആണ്. ഇ. സന്തോഷ് കുമാർ.